ിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കരുത്. ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള വെച്ചാട്ടോ ഉണ്ണി മൂന്നിനൊക്കെ എല്ലാവരും കണ്ടവരൊക്കെ നല്ല പടം എന്ന് പറയുന്ന പോലെ നിങ്ങളൊന്നും കണ്ടവർ പറയുന്നുണ്ടല്ലോ നല്ല പടമാണ്. അപ്പം ഇതുപോലെയുള്ള നല്ല പടമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ല അറിയുന്നത്. അപ്പൊ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക. നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാം. അതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നേ പറയുള്ളൂ. എല്ലാവരും നമ്മളിപ്പോ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം ഇങ്ങനെ നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത്. അതിനകത്ത് തെറ്റും കുറവും കുറ്റവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ പൈസ മുടക്കി കണ്ടമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നും അല്ല ഇത്. നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞു പടമാണ്. പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീര എന്ന് പറഞ്ഞ കുട്ടി, ബേബി ആ കുട്ടി. പിന്നെ നമ്മുടെ മാമുക്കോയക്കയുടെ മോൻ നിസാറിനെ ഇതിനകത്ത് അൻസാറിനെ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. 2 പുതുമുഖങ്ങളെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെട്ടു. ഒന്ന് ബേബി കാശ്മീര പ്രൊഡ്യൂസറിന്റെ മോള് ഇവള്, പിന്നെ ഈ പറയുന്ന നിസാർ മാമുക്കോയ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരാളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അസാധ്യ ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. കൂടെ ഞാനും വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കൂടെ സഹായിക്കുവാണെങ്കിൽ ചിലപ്പോൾ 10 ദിവസം ഓടുമായിരിക്കുന്നേ. അങ്ങനെ നമ്മള് പ്രൊഡ്യൂസർക്ക് മുടക്കിയ പൈസയെങ്കിലും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. മികച്ചൊരു കഥ പറയുന്ന മികച്ചൊരു ചിത്രമാണല്ലോ. എന്നിട്ട് കൂടി സ്ക്രീൻ ഭയങ്കര കുറവാണല്ലോ. അതിനെ കുറിച്ച് എന്താ പറയുക? മാർക്കോയൊക്കെ വലിയ വിജയത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് സ്ക്രീനോ തിയേറ്ററുകൾ വളരെ കുറവാണ്. പക്ഷെ മാർക്കോ എന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ. അപ്പൊ ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞ് വലിയ വിഷയം ഉണ്ടാക്കി. ആ കൊച്ചൊക്കെ നമ്മുടെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ ഉണ്ണി മൂന്നിനൊക്കെ ഒക്കെ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആക്കി എടുത്ത് ചുമ്മാ എന്താ പറയാ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഇപ്പൊ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല പറഞ്ഞു. നിങ്ങളും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാ. അപ്പൊ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കരുത്. നമ്മളെ അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗ് ആണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം. അവനെ കൊല വിളിക്കണം ഞാൻ പറയണം. അങ്ങനെ പറയുന്നവർ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരു നിസാര കേസൊക്കെ പറഞ്ഞ് അതൊക്കെ കൊള്ളിയാത്ര. ആ പോട്ടെ ആക്കിയാൽ ആ കൊച്ചിനോട് ഞാൻ ക്ഷമിച്ചു, ആ കൊച്ചെന്നോട് ക്ഷമിച്ചു കാണും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്തിരി